പൗരത്വ ഭേദഗതി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത വിഷയം ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരും. മുസ്ലിം ലീഗ്, ഡിവൈഎഫ്ഐ അടക്കമുള്ള കക്ഷികളുടെ അഭിഭാഷകരാണ് ഈ വിഷയം സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക. കോടതി പരിഗണനയിലുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായ നടപടി സ്വീകരിച്ചുവെന്നാണ് ഇവരുടെ ആക്ഷേപം. ആർ രാധാകൃഷ്ണൻ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ശരിക്കും ഈ ഇങ്ങനൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ കോടതിയും വിശ്വസിച്ച് കാണില്ല. SKN ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ച സമയത്ത് തന്നെ ഈ വിഷയം അടിയന്തരമായിട്ട് പരിഗണിക്കണം എന്ന് ഈ കക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ അതിന് സുപ്രീം കോടതി തയ്യാറായില്ല. പക്ഷേ സുപ്രീം കോടതി അന്ന് പറഞ്ഞത് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഈ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടില്ല എന്നൊരു കാര്യമായിരുന്നു അന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വിഷയം സുപ്രീം കോടതിയിൽ ഈ എതിർകക്ഷികൾ ഉന്നയിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് 300ഓളം പേർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാനായിട്ടുള്ള നടപടികൾ പൂർത്തിയായി എന്ന കാര്യം ഈ എതിർകക്ഷികൾ സുപ്രീം കോടതിയിൽ അറിയിക്കും. നിലവിൽ സുപ്രീം കോടതിയിൽ നടന്നു വരുന്ന കേസ് ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലുള്ള കേസ്. ആ കേസിന്റെ താല്പര്യങ്ങൾക്ക് അനുചിതമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നടപടി എന്നുള്ളതാണ് ഇന്ന് ഈ കക്ഷികൾ അറിയിക്കാനായിട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ആ ഘട്ടത്തിൽ അവരുടെ നിലപാട് ഒരുപക്ഷെ അവരവിടെ വ്യക്തമാക്കിയേക്കും. ഏതായാലും വിഷയം ഉന്നയിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിലാണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് കഴിഞ്ഞ തവണയും ഈ കേസ് കേട്ടത്. അന്ന് ഈ എതിർകക്ഷികൾ ചൂണ്ടിക്കാട്ടിയത് വലിയ രീതിയിലുള്ള വ്യത്യാസം രാജ്യത്ത് വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്നതാണ് ഈ CAA നടപടിക്രമങ്ങൾ. ആദ്യം ഈ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം ഏതാണ്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചട്ടങ്ങൾ കൊണ്ടുവന്നത്. അതുതന്നെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. പാർലമെൻറ്റിൻ്റെ അനുവാദം വീണ്ടും തേടിയതിന് ശേഷമാണ് സാധാരണ ഇങ്ങനെയുള്ള കേസുകളിലെ നിയമനിർമ്മാണം 2019 ഉണ്ടായ സമരത്തിന് തുടർച്ചയായിട്ട് നിർത്തിവെച്ചിരുന്ന നടപടിക്രമങ്ങളാണ് നടത്തിയത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വിധത്തിലുള്ള നടപടി എന്നുള്ളതാണ്. ഇക്കാര്യം അടക്കം ഇന്ന് സുപ്രീം കോടതി അറിയിക്കാനാണ് തയ്യാറെടുക്കുന്നത്. കാരണം ഈ ധൃതിപ്പെട്ട് ഈ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം കൂടിയാണ് എന്ന രീതിയിലായിരിക്കും അഭിഭാഷകർ നിലപാട് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുക. സുപ്രീം കോടതി ഈ വിഷയത്തിലെടുക്കുന്ന സമീപനം വലിയ പ്രാധാന്യമായിരിക്കും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇനി മുതലുള്ള ഘട്ടങ്ങളിൽ BJP വലിയ രീതിയിൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഒരു പോളറൈസേഷൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി സ്വീകരിക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. SK. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സുപ്രീം കോടതി നടക്കാൻ പോകുന്നത്.